ഹലോ എവരിവൺ, ഇന്ന് ഞാനിവിടെ പനീർ പക്കോടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു സ്നാക്കാണിത്. ഈ ഒരു പനീർ പക്കോട നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് പനീർ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ചെറുവിരലിൻ്റെ നീളത്തിലാണ് ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിതിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പനീരാണ്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പനീരിൻ്റെ പാക്കറ്റിൽ ചെറിയ പീസുകളായിട്ടായിരിക്കും പനീർ ഉണ്ടായിരിക്കുക. നമ്മൾ വീട്ടിൽ തന്നെ പനീർ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പനീർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാനിതിൻ്റെ മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഗ്രീൻ ചട്നി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഒരു പിടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്, ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവൊന്ന് കലക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് ഞാനിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കാം. ഒരുമിച്ച് എല്ലാ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണ്ട, ചിലപ്പോൾ ബാറ്റർ ലൂസായി പോവും. ഒരുപാട് ലൂസാവാനും പാടില്ല, എന്നാൽ വല്ലാതെ കട്ടിയാവാനും പാടില്ല. ആ ഒരു രീതിയിൽ കലക്കിയെടുക്കാം. വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ പനീറിൻ്റെ പീസിൽ നമുക്ക് ശരിക്ക് കോട്ടിങ് പിടിച്ച് കിട്ടില്ല. അപ്പോൾ ശ്രദ്ധിച്ച് കലക്കിയെടുക്കുക. ഇത് ഈ ഒരു കട്ടിയിലാണ് കലക്കിയെടുക്കേണ്ടത്. ഇനി ഓരോ പനീറിൻ്റെ പീസ് എടുത്ത് നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ ഗ്രീൻ ചട്നി ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമുക്ക് ഈ പനീറിൻ്റെ നടുക്കിൽ ഇട്ട് കൊടുക്കാം. ഒരിത്തിരി കനത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഈ ഗ്രീൻ ചട്നിയിൽ വെള്ളമായി പോയാൽ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി വേറൊരു പീസ് എടുത്ത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാം അതുപോലെ തയ്യാറാക്കി വയ്ക്കാം. ഈ ഗ്രീൻ ചട്നിയുടെ എരിവും പുളിയും അതുപോലെ ഈ മല്ലിയിലയുടെ ടേസ്റ്റും എല്ലാം കൂടി നല്ല ടേസ്റ്റാണ് ഈ പനീർ പക്കോടയ്ക്ക്. ഇത് ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടിയെടുക്കാം. ഇതെല്ലാം ഞാനിവിടെ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മാവിൽ മുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അടികട്ടിയുള്ളൊരു പാത്രത്തിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ പനീറിൻ്റെ പീസും നമുക്ക് ഈ മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. ഇനി ഇത് ഈ ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാ ഭാഗവും ഒരുപോലെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. നമുക്കിതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി അടുത്ത പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ഗോൾഡൻ കളറാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. എല്ലാം അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു. ഒരെണ്ണം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.